പരിശുദ്ധമാക്കപ്പെട്ട ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും നോക്കുമ്പോൾ ഈമാൻ കാര്യത്തിന്റെ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന നന്മയും തിന്മയും അത് അള്ളാഹുവിൽ നിന്നാണെന്നാണ് ഞാനും നിങ്ങളുമെല്ലാം വിശ്വസിക്കുന്നത്. നന്മയും തിന്മയും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്നാണ് ഞാനും നിങ്ങളുമെല്ലാം വിശ്വസിക്കുന്നത്. ആ നന്മയും തിന്മയും അള്ളാഹുവിന്റെ അടുത്ത് നിന്നാകുമ്പോൾ ചില കാര്യങ്ങൾ അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ശൈത്വാന്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതിനാണ് കണ്ണേർ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്നവരോട് പറയുകയാണ്, ആ കണ്ണേർ എന്ന് പറയുന്നത് അത് ശൈത്വാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഇടങ്ങേറാണ്. അതാണ് കണ്ണേർ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ആ കണ്ണേറിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്നതല്ല, ശൈത്താന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്, മലായിക്കത്തുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ കണ്ണേറിനെ പറ്റി പഠിക്കേണ്ടതും ശൈത്താന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ പല ശൈത്താനീയത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പല ആളുകളും നേരിടുന്നുണ്ട്. അള്ളാഹു എന്തായാലും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചീത്ത പ്രകൃതിയുള്ള ദുഷിച്ച പ്രകൃതിയുള്ള ആളുകളുടെ അസൂയയോടുള്ള നോട്ടമാണ് കണ്ണേർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു. ഒരു ദുഷിച്ച ചിന്തയുള്ള ആൾ അല്ലെങ്കിൽ ഒരു ദുഷിച്ച പ്രവൃത്തിയുള്ള ആൾ, ഹറാം ഇങ്ങനെ ചെയ്തിങ്ങനെ കൂട്ടുന്ന ചില ആളുകളുണ്ട്. ആ ചില ആളുകൾ അസൂയയോടുകൂടി ചില ആളുകൾ നോക്കുമ്പോൾ അതാണ് കണ്ണേർ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചില ദുഷിച്ച ആളുകൾ അല്ലെങ്കിൽ ചില ദുഷിച്ച പ്രവൃത്തിയുള്ള ആളുകൾ, ചില ചിന്തയോടുകൂടി ചില ഹറാമിന്റെ നോട്ടങ്ങൾ ചെയ്യുന്ന ആളുകൾ, ചില ഹറാമിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, ചില ആളുകളെ നോക്കുന്ന സമയത്ത് അസൂയോടുകൂടി നോക്കുമ്പോൾ അതിനാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നത്, അതിനാണ് കണ്ണേർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, കണ്ണേറുകാരന്റെ നോട്ടം, ചിന്ത, ഇതെല്ലാം കൊണ്ട് എന്നിവരിൽ നിന്നുള്ള കെടുതിയാണ് കണ്ണേർ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു നിർവചനമാണ് ബഹുമാനപ്പെട്ട നവവി ഇമാമും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു. അപ്പൊ എന്തെല്ലാം പറഞ്ഞാലും ഈ കണ്ണീർ എന്ന് പറയുന്നത് അത്രത്തോളം മാരകമാകുന്ന വിപത്താണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കിതാബുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന ഒരു ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവർ ഒരു സ്ത്രീയുടെ ചാരത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോ, അല്ലാഹുവേ, ആ സ്ത്രീയുടെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിയോട് പറയുകയാണ്, അല്ലയോ ഉമ്മു സലമ, ഈ സ്ത്രീയുടെ മുഖമെല്ലാം ചുമക്കുന്നുണ്ട്. ഈ സ്ത്രീ ചുമക്കുന്ന കാരണമെന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് കണ്ണീർ ഏറ്റിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഉമ്മു സലമയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മു സലമ, ഈ പെണ്ണിനെ നീ ഒന്ന് മന്ത്രിക്കണേ ഉമ്മു സലമ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ എന്ന് പറയുന്നത് വാസ്തവമാണ് ഉമ്മു സലമ. കണ്ണീർ എന്ന് പറയുന്നത് വാസ്തവമാണ്, അതുള്ളതാണ്. കണ്ണീർ ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ പോലും കണ്ണീർ കൊണ്ട് നടക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചുവപ്പ് വന്ന മുഖത്ത് ചുവപ്പ് വന്ന കണ്ണീരേറ്റ സ്ത്രീയെ മന്ദിരിക്കാൻ വേണ്ടി കടന്നുപോയെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതുകൊണ്ടാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അൽ ഐനു ഹഖ്ഖുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം പറയുന്നത് അൽ ഐനു ഹഖ്ഖുൻ, ആ കണ്ണീർ എന്ന് പറയുന്നത് വാസ്തവമാണ്, സത്യമാണെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കണ്ണീറിന്റെ അനന്തര ഫലം പറയുന്നുണ്ട്. ഈ കണ്ണീറിന്റെ ലക്ഷണങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് കണ്ണീർ വന്നാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ നഊദു ബില്ലാഹ്, അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന ലക്ഷണം എന്തെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, ഒരാൾക്ക് കണ്ണീറേറ്റ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്നതാ, ഉറക്കമുണ്ടാകുന്നതാണ്, ഭക്ഷണം കഴിക്കുമ്പോ ആർത്തി ഉണ്ടാകുന്നതാണ്, ചെറിയ കുട്ടികളാണെങ്കിലും അവര് കരയുന്നതാണ്. കണ്ണീർ ആർക്കെങ്കിലും ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, കണ്ണീർ ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ നാലാമത്തെ ലക്ഷണം എന്തെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുകയാ, അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ അവർക്ക് അൽഹംദുലില്ലാഹ് ഒരു തൃപ്തി ഉണ്ടാകൂല, അവർക്ക് മടുപ്പാ. ആരെങ്കിലും ഒരാൾ കണ്ണീറേറ്റ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ക്ഷീണമുണ്ടാകും, ഉറക്കമുണ്ടാകും, ഭക്ഷണത്തിൽ ഒരു അതൃപ്തി ഉണ്ടാകും, ചെറിയ കുട്ടികളാണെങ്കിൽ കരച്ചിലുണ്ടാകും, ഇബാദത്തിൽ മടുപ്പുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു. അതുമാത്രമല്ല, ഇപ്പൊ ഒരാളെ മന്ദിരിച്ചു കഴിഞ്ഞാൽ, ഒരാളെ മന്ദിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ അടുക്കലേക്ക് സിഹറ എന്ന് പറഞ്ഞു വന്നു, ഇപ്പൊ ഞാൻ മന്ദിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ മന്ദിരിച്ചു കൊടുത്താൽ ആ മന്ദിരിക്കണവന് പോലും ചില ക്ഷീണങ്ങൾ, ചില ലക്ഷണങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ മന്ദിരിച്ചു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താ? കോട്ടമായി ഉണ്ടാകുന്നതാണ്, മറവി ഉണ്ടാകുന്നതാണ്, ചെറിയ കുത്തി അവരിങ്ങനെ ചുമക്കുന്നതാ എന്നെ പ്രിയമുള്ളവരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ കണ്ണീറുകളെ തൊട്ട് കാത്തിരിക്കണേ അല്ലാ, കണ്ണീറുകളെ തൊട്ട് കാത്തിരിക്കണേ അല്ലാ, അങ്ങനെയുള്ള ഇടങ്ങേറുകളെ തൊട്ട് കാത്തിരിക്കണേ നാഥ, അല്ലാഹുവേ സലാമത്ത് നൽകണേ അല്ലാ. അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് കണ്ണീർ എന്ന് പറയുന്നത്, അൽ ഐനു ഹഖ്ഖുൻ എന്ന് പറയുന്ന കണ്ണീർ എന്ന് പറയുന്നത്. ഇന്നിപ്പോ ചില പോരായ്മകളെ കൊണ്ട് സൗണ്ട് ഒരുപാട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കാരണം സ്വാഭാവികമാണ്, മിക്സറിൽ ഡിലേയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തായാലും മനസ്സിലാക്കുക. അപ്പോ ചെറിയ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഗ്‌രിബിന്റെ ചെറിയ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഈ ലൈവിലോ അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും എടുത്തിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഇടാൻ പാടില്ല. കാരണം കണ്ണീർ അവർക്ക് ബാധിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. ചില വാപ്പ ഉമ്മ അവരുടെ കണ്ണീർ പോലും മക്കൾക്ക് കിട്ടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു വാപ്പ ഉമ്മ മക്കളുടെ നല്ലത് കാണുമ്പോൾ അവരെന്താണ് പറയേണ്ടത്? ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഫസ്റ്റ് മേടിച്ച സമയത്ത് നമ്മൾ ആ സമയത്ത് പറയേണ്ട വാക്കെന്താ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്ന് പ്രിയമുള്ളവരെ പറയുകയാണ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന്
എന്ന വാക്യം നിങ്ങൾ കുട്ടികൾക്ക് സിഹറേറ്റ് കണ്ണീറേക്കാതിരിക്കാൻ പറയണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്തായാലും ഇന്ന് ഇത്രയും മതി. കാരണം ലൈവിൻ്റെ ചെറിയ വെട്ടത്തിൻ്റെ പ്രശ്നവും ചെറിയ ചെറിയ എക്കോടെ പ്രശ്നങ്ങളൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിൻ്റെ പറയാനുള്ള ബാക്കി ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും ഒരു 1.5 മണിക്കൂർ വിഷയം തന്നെ പറയാം. 1 മണിക്കൂർ എന്തായാലും വിഷയം തന്നെ പറയാനുണ്ടാവും. കണ്ണീർ ബാധിക്കണ ശരീരങ്ങളിൽ കണ്ണീർ ബാധിച്ചാൽ അതിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി ഓതേണ്ട സൂറത്ത് എന്ന് ഇൻഷാ അല്ലാഹ് പഠിച്ച് നമുക്ക് വിട പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി തരുമാറാവട്ടെ. പറയണതും കേട്ടതും എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉടനൊന്നും ദ്വാരക്കാരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാനുണ്ട്. അത് സ്വാഭാവികമായിട്ട് നികത്തേണ്ടതിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാഹിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.